അങ്ങനെ 6-7 കൊല്ലം കാത്തിരുന്ന് നമ്മുടെ കൈകളിലെത്തിയ സാന്തോള്. കൊട്ടും കുരവയും ബാൻഡ് മേളൊക്കെ ആയിട്ട് 2 ദിവസം മുമ്പ് നമ്മൾ പൊട്ടിച്ച് വെച്ച് പഴുക്കാനായി എടുത്തു വെച്ച സാന്തോള് എന്തായാലും ഇന്ന് നമ്മൾ മുറിക്കുകയാണ് കേട്ടോ. മുറിച്ചിട്ടത് സ്വീറ്റാവോ പുളിയാവോ എന്നുള്ള നല്ല കൺഫ്യൂഷൻ ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ട്. എന്തായാലും ആകാംക്ഷാപൂർവ്വം തന്നെ അത് മുറിച്ചപ്പോൾ ഉള്ളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഭംഗിയിലൊക്കെ ഇരിക്കുന്നുണ്ട്. കൗതുകത്തോട് കൂടിയിട്ട് തന്നെ അതെടുത്ത് കഴിച്ചു നോക്കി. നല്ല പുളിയായിരുന്നു. എന്തായാലും സാന്തോളിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. കുരു കഴിച്ചത് കൊണ്ടാണോ ഇത്രയും പുളിയായേ എന്ന് സംശയിച്ചിട്ട് ഞങ്ങളതിൻ്റെ മാംസളമായ ഭാഗവും കുറച്ചൊന്ന് മുറിച്ച് കഴിച്ചു നോക്കിയിട്ടോ. അതും നല്ല പുളി തന്നെയാണ്. അപ്പം ഇനി മരം കടവടക്കനെ വെട്ടണോ കൊമ്പുകളായിട്ട് വെട്ടി ഒതുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഇനിയുള്ളൂ. മാങ്ങാക്കറി വെക്കാനോ മീൻ കറിയിൽ കുടപ്പുളിക്ക് പകരം യൂസ് ചെയ്യാനോ പറ്റുന്ന തരത്തിലുള്ള അത്രയും പുളി ഈ ഫ്രൂട്ടിനുണ്ട് കേട്ടോ. എന്തായാലും ഈ സാന്തോളിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി.